നിന്റെ വിശുദ്ധ രക്തം മക്കളെ കൊടുക്കണമേ. ശ്വാസകോശ രോഗങ്ങളുള്ളവരുണ്ട്, കരള് രോഗങ്ങളുണ്ട്, കിഡ്നി രോഗങ്ങളുണ്ട്, അവരെല്ലാം അങ്ങ് ഈശോ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ സന്ധിബന്ധങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ മാംസപേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ കാരുണ്യത്തിലെ എല്ലാ കോശങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവ് ആന്തരികമായ അവയവങ്ങള് നിന്റെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കപ്പെടട്ടെ. കർത്താവ് മാരകരോഗങ്ങൾ, മാറാരോഗങ്ങള് കർത്താവിന്റെ രക്തം സ്പർശിക്കട്ടെ. 38 വർഷത്തിന്റെ ശക്തിയായി, കുർബാനയുടെ ശക്തിയായി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറിൽ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകളുടെയും അടയാളങ്ങളുടെയും ജനങ്ങളുടെ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ രക്തം എല്ലാ മക്കളിലേക്കും തളിക്കപ്പെടണമേ. എല്ലാ ജീവിത ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി ഇല്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വീട് പോലും കെട്ടാൻ ഒക്കാത്തവര്, വീട് പണിയാൻ ഒക്കാത്തവര്, വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവര്, കർത്താവ് സ്വന്തം സ്ഥലം പാടമായി പോയത് നിലവാക്കി കിട്ടിയിട്ട് അത് വീടിന് ലൈഫ് വീടിന് വെച്ചിട്ട് പിന്നെ ലോണും കൂടി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഒരെണ്ണത്തിന്മേൽ തട്ടി 9 ജീവിത അവസ്ഥകൾ നിന്ന് പോണവരുണ്ട്. ഒരൊറ്റ തടസ്സത്തെ 9 ജീവിത സാധ്യതകളെ തകർത്ത് കളയുന്ന ആ ഒറ്റ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ നിങ്ങൾ പോട്ടേന്ന് മാതാവിന്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit. Let fire fingers suck with the precious blood. Lord, infuse His Spirit of power and grace and healing and deliverance in the name of Jesus Christ our Lord.